ഫ്രണ്ട്സ് അവരുടേതായ ഒരു ടോണിൽ സംസാരിക്കും, പാകിസ്ഥാനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് ഞാനങ്ങനെ പേഴ്സണലി എടുക്കലില്ല. പിന്നെ പണ്ടത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് അവിടെ പോയി സെറ്റിൽഡായി കുറച്ച് കാലം അങ്ങനെ നിന്നത്. This is 26-year-old Mafida. She was born in Kerala but is not an Indian citizen. Decades ago, her father left for Pakistan in search for work and took her along. They never imagined they would get stuck. പണ്ട് ഞാനേനുള്ളൂ, ഞാനൊരു മോളേനുള്ളത്. അപ്പോൾ ഉമ്മ സാമ്പത്തികമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായാലും ഉപ്പ അങ്ങ് കൂട്ടിയിട്ട് പോയതാണ്. ഉപ്പാനെയും ഉമ്മാനെയും അന്യം അങ്ങനെ അവിടെ പോയി. അവിടെ നിന്ന് നമ്മൾ ഓരോ വർഷത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിൽ തന്നെ പോക്കും വരും അങ്ങനെയുള്ളതായിട്ട്. പിന്നെ ഒരു 97 98 എന്നറിയില്ല, അങ്ങനെയാണ് പോയത് ലാസ്റ്റ് നമ്മളിവിടുന്ന്. അപ്പോൾ അവിടെ പോയാലും 10-12 കൊല്ലം അവിടെ നിന്ന്. അപ്പോൾ അവിടുത്തെ പാസ്പോർട്ട് അവിടുത്തെ നാഷണാലിറ്റി സ്വീകരിച്ച്. പാസ്പോർട്ട് ഇപ്പം നിലവിൽ നമുക്ക് അവിടുത്തെ പാസ്പോർട്ട് തന്നെ ഇപ്പം ഉള്ളത്. പിന്നെ ഇവിടുന്ന് പോയതിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ ഞാനും ഉമ്മയും ജനിച്ച് വളർന്നല്ല ഈ നാട്ടിൽ തന്നെ. പിന്നെ അതെല്ലാം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. Now, Mafida's biggest concern is her younger brother. He has no passport, no nationality and no future. പിന്നെയെന്ന് വെച്ചാൽ തന്നെ അനിയത്തിയാരെയും ആങ്ങളാരെല്ലാം ഭാവി ഒരു വിഷമത്തിലുള്ളത്. എന്ന് വെച്ചാൽ ആങ്ങളാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ ഒരാങ്ങള ഭയങ്കര നല്ല ചാൻസ് ഉണ്ട് എനിക്കൊന്ന് ഗൾഫിൽ പോകണ്ടേ. പക്ഷെ തന്നെ ഈ പാസ്പോർട്ടും നാഷണാലിറ്റിയൊന്നും കിട്ടാത്ത വിധത്തിൽ. 24-year-old Mohammed Ismail pursued an MBA hoping to build a career. But his degree is now just a piece of paper. ഞാനൊരു 30-35 ആയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത് ഞങ്ങളെ ജോലി ചെയ്യുന്ന ഒരു ഏജ് ഇതാണ്. ഗ്രോത്ത് എങ്ങനെയാണ് ഈ ഏജിൽ ഗ്രോത്ത് പഠിക്കുന്നത് ഞങ്ങൾ ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. His mother, Rashida Banu, fought a 16-year-long legal battle to gain Indian citizenship. She won, but only for herself and one daughter. The rest of her children remained stateless. നമ്മൾ അറൗണ്ട് 2008 വന്നത്. 2008 ഓഗസ്റ്റിലാണ് വന്നത്. അപ്പോൾ 17 വർഷമായി. നമ്മളെല്ലാവരും ഒന്നായിട്ടാണ് വന്നത്. അവിടെ ഉമ്മാക്കൊരു സേഫ് അല്ലാന്ന് തോന്നി. കാരണം അവിടെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ അവിടുത്തെ കൾച്ചർ ഉമ്മാക്ക് അത്ര ഇഷ്ടമില്ല. കാരണം നമ്മൾ ബേസിക്കലി മലയാളീസ് ആണല്ലോ, പ്യുവർ പാകിസ്ഥാനീസ് അല്ലല്ലോ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഉമ്മ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ അടുത്തൊരു കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കതിരൂർ ടൗണിൽ ഏബിൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1st 2nd പഠിച്ചു. പിന്നെ ലേറ്റർ നമ്മളിപ്പോൾ കുണ്ടൂർ മല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 7th വരെ CBSE പഠിച്ചു. പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറി കതിരൂർ. അപ്പോഴത്തേക്ക് നമുക്ക് ആധാർ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആധാർ കിട്ടിയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമായി, അഡ്മിഷൻ എടുക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ 8th തൊട്ട് ഞാൻ +2 വരെ അവിടെ പഠിച്ചത് കതിരൂർ. അതിന് ശേഷം ഞാൻ പിന്നെ ഡിഗ്രി ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ BBA ബാച്ചിലേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചു. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ട്, കോപ്പറേറ്റീവ് മാഹി കോപ്പറേറ്റീവ് കോളേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഡെയിലി പോയി റെഗുലറായിട്ട് പോയി പഠിച്ചു. ബുദ്ധിമുട്ടുകൾ ഇത് തന്നെ. എനിക്കിപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കാൻ കഴിയില്ല ജോലിക്കിപ്പോൾ. ഈവൻ എനിക്കൊരു ബാംഗ്ലൂരോ മൈസൂരോ ഒരു ഇൻറ്റേൺഷിപ്പിന് പോകാൻ അത് പറ്റില്ല. 52-year-old Shahid, born in Karachi, returned to Kerala in 2011, hoping for a better future. But a decade later, he still carries a Pakistani passport. എൻ്റെ ഉപ്പ മലപ്പുറംകാരനാണ്. ഒരു ചെറുപ്പത്തിൽ പോയിന്. ഉമ്മ പിന്നെ ഒരു 10-30 വയസ്സുണ്ടാവും എനിക്ക് തോന്നുന്നു, അത്ര അറിയില്ല. അപ്പോൾ ആടെ പോയിട്ടാണ് പിന്നെ എൻ്റെ ഉപ്പാനോട് കല്യാണം കഴിച്ച് ആടുന്ന് കല്യാണം കഴിച്ച്. കാരണം എന്ന് വെച്ചാൽ ഉമ്മയും ഉപ്പയും ആടുന്ന് മരണപ്പെട്ടു പോയി. പിന്നെ ഒരു ഏട്ടനുണ്ട് എൻ്റെ, ഒരു സൗദിയിലാണ്, ഫാമിലി അടക്കം. അപ്പോൾ ആടെ കുടുംബക്കാരത്ര ഒന്നും ഇല്ല. പണ്ട് അങ്ങനെ ഇല്ലേനു. പണ്ട് ഭയങ്കര അടങ്ങാറാക്കലുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ 3 മാസം 4 മാസം അതിൻ്റെ അപ്പുറം പോക്കില്ല. അപ്പോൾ SP ഓഫീസ് ഡയറക്റ്റ് SP ഓഫീസിൽ തന്നെ നമ്മൾ കേസ് കൊടുത്ത്. ഇല്ല വാലറ്റ് ഇപ്പോൾ നമ്മൾ ഒരു 4 മാസമായില്ലേ, ആഗസ്റ്റിൽ പോയിട്ട് ഡൽഹി പോയിട്ട് എംബസിയിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കിയിട്ടാണ് വന്നത്. ഈ 2 കൊല്ലത്തെ നമ്മൾ സ്റ്റേജ് കൊടുക്കുന്നില്ലേ, അത് നമ്മൾ അതിൻ്റെ പേപ്പർ ഉണ്ട്, അത് ഡൽഹി പോയിട്ട് അതിൻ്റെ മറുപടി വരണം. അത് വരുന്നില്ല, അത് ഒരിക്കലേ കിട്ടിയിട്ടില്ലോ. അത് LTV ലോങ് ടൈം വിസ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ വരാനുണ്ട്, അത് വരുന്നില്ല.
അത് വന്ന് കഴിഞ്ഞാലാണ് പാസ്പോർട്ട് വാലിറ്റും പിന്നെ ഇനും വാലിറ്റ് ഉണ്ടാവും. അന്നേരമാണ് നമ്മൾ നാഷണാലിറ്റി അപ്ലൈ ചെയ്യേണ്ടത്. For many, the lack of nationality means no access to opportunities, no property, no travel, no certainty. കൂത്തുപറമ്പിലെ വീട് സ്വന്തം വീടല്ല, അല്ല വാടക. ആദ്യമായിട്ട് തന്നെ പ്രശ്നം കൂടുതൽ. പിന്നെ അങ്ങനെയുണ്ട് രേഖകളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് കിട്ടണ്ടെങ്കിൽ കുറച്ചൊരു ഇത് ക്ലിയർ ആണല്ലോ. Even marriage is a struggle. ഇപ്പോൾ ആലോചന വരുന്നത് തന്നെ പിയാപ്പിള വരുന്നത് അവളെ ഗൾഫ് കൂട്ടാൻ പറ്റുമോ എന്ന് നിൽക്കണ്ടിട്ട്. അപ്പോൾ അവൾക്കും പാസ്പോർട്ട് ഇല്ലല്ലോ. Despite the struggles, they find no hostility from locals. നല്ല ഓ ഞാൻ ചെറുപ്പത്തിലേ ബന്ധമുണ്ട് നാടായിട്ട്. എൻ്റെ ഉമ്മ ചെറുപ്പത്തിലെ പോക്കും പിരിവെല്ലാം കൊണ്ട് എന്നെ കൂട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മലയാളം ശരിക്ക് കുറച്ചെല്ലാം പറയുന്നത്. നാട് അൽഹംദുലില്ലാ നല്ല. ഇവിടെയെല്ലാം മാർക്സിസ്റ്റിൻ്റെ ഏരിയ. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. The process is painfully slow, wrapped in red tape. ഇതെന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസമായിട്ടുണ്ടാവും. SP ഓഫീസിൽ പോയി അന്വേഷിച്ച് അന്നേരം അവർ ഇതന്നെയാണ് പറയുന്നത്. ഇതന്നെ അവർ അയച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ നേരം മുന്നിലും പല തറവാട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അറിയുന്നല്ലോ.